ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളൊരു കുഞ്ഞ് കുക്കിംഗ് വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഇച്ചിരി വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് വീട് പൊളിക്കലാണ്. അപ്പം ഈ വീടിനെക്കുറിച്ച് എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഇതിപ്പോൾ പൊളിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് പൊളിക്കുമെന്ന്. അപ്പം ഇതുവരെ പൊളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ഇന്നിപ്പം രാവിലെ നോക്കിയപ്പോഴത്തേക്കും രാവിലെ തൊട്ട് പൊളിക്കൽ തുടങ്ങിയതാണ്. ഇപ്പം ഏകദേശം തീർന്നു. ഇനിയിപ്പം ഈ മരങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. കാരണം ഇവിടത്തെയൊക്കെ മൊത്തം മരത്തിലായതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഇങ്ങനെ ഇടിക്കുമ്പോഴൊന്നും ഇങ്ങനെ പൊടിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈസി ആയിട്ട് മരങ്ങളൊക്കെ അഴിച്ചു മാറ്റാം. അപ്പം അങ്ങനെയാണ്. അപ്പം എന്തായാലും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തീരുമായിരിക്കും. അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ കണ്ടോ, ഇപ്പം എല്ലാം നല്ല ക്ലീനാക്കി നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്നൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇവിടെ ഒരു പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ജനലൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയ ജനൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പം തണുപ്പ് അത് മേളിലോട്ട് നിൽക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പൊക്കി വയ്ക്കുമല്ലോ, തുറന്ന് വയ്ക്കുമ്പോൾ അത് താഴോട്ട് വീഴുന്നു. അപ്പം അതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ജനലൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഈ മഞ്ഞും തണുപ്പൊക്കെ കാരണമാണ് ഇതിങ്ങനെ പിന്നീട് അവിടത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചത്. അപ്പോൾ രണ്ട് സൈഡിലെ അപ്പുറത്തെ സൈഡിലും ഈ ഒരു ഇതും കൂടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾക്ക് എന്തായാലും കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറെന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് പറയാൻ പറ്റില്ല, നെയ്ച്ചോറിൻ്റെയും ബിരിയാണി പോലെ അങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ചിക്കൻ കറിയാണ്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഗ്രേവി ആക്കുന്ന കറിയാണ്. അപ്പം ഞാനിതിപ്പം ജീരകശാല അരിയാണ് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. അപ്പം അതൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ കുഞ്ഞ് അരി ഉണ്ടല്ലോ, അത് ബിരിയാണി അരിനേക്കാളും ഈ അരിയാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പം അതെടുത്തിട്ട് നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാകുമ്പോഴത്തേക്കും അത് കുതിർന്ന് കിട്ടുമല്ലോ നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. ഞാൻ പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതുപോലെ സ്ലൈസ് ആക്കി എടുക്കാം. ചെറുതായിട്ട് ഒരു വലിയ സൈസിലുള്ള സവാള തന്നെയാണ് എടുത്തിരിക്കുന്നത്, 2 എണ്ണം. പിന്നെ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള എല്ലാം അരിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പകുതി ഭാഗം ഞാനിങ്ങനെ സ്ലൈസറിൽ ഇങ്ങനെ ഇട്ടിട്ട് ചിരവി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾക്ക് ഈ ഒരു റൈസിൽ നമ്മൾ അവസാനം ഇടുമല്ലോ, അത് നല്ല ക്രിസ്പി ആയിട്ടും ഒരേപോലെയും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ക്യാരറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിയാണ്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് റൈസിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ക്യാരറ്റ് ഇടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ പച്ചമുളക് അവിടെ 2-3 എണ്ണം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ തക്കാളി, നമ്മുടെ ചെറിയ തക്കാളി ഉണ്ടല്ലോ, കുഞ്ഞ് തക്കാളി, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് 2ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. നെയ്യാണെങ്കിൽ അതാ നല്ലത്. ഇപ്പം ബട്ടറാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുക്കുന്നത്. അപ്പം ഇത് ഒരുക്കി കഴിഞ്ഞാൽ എന്തായാലും നെയ്യിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഉള്ളി ആദ്യം വറുത്തെടുക്കാം. സവാള ഫ്രൈ ആക്കണമല്ലോ, അപ്പോൾ അത് നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ. എന്നിട്ട് എല്ലാം വറുത്തതിന് ശേഷം പിന്നെ അതേ എണ്ണയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇങ്ങനെ വറുത്തതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്ന ആ ഒരു ചോറിന് നമ്മൾക്ക് വെള്ള കളറ് കിട്ടത്തില്ല. ഇപ്പോൾ ഇതിങ്ങനെ എല്ലാം വറുക്കുമ്പോഴത്തേക്കും തന്നെ എണ്ണയുടെ കളറ് മാറുമല്ലോ, എണ്ണയോ നെയ്യോ എന്താണെങ്കിലും. അപ്പം എന്നാലും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പോൾ നമ്മളിത് ഉള്ളി ഇപ്പം വെള്ള കളർ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. അപ്പം ഇതിങ്ങനെ മാറ്റി കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കും ശരിക്കും നല്ല ക്രിസ്പി ആവുമേ. അപ്പം അതേ എണ്ണയിൽ തന്നെ പിന്നെ നമ്മൾക്ക് ഈ കാഷ്യൂനട്ടും അതുപോലെ മുന്തിരിയും കൂടിയിട്ട് വറുത്തെടുക്കണം. നന്നായി വറുത്തതിന് ശേഷം ഇതെല്ലാം കോരിയെടുക്കാം. അതിനുശേഷം ഇതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾക്ക് പെരുംജീരകം പിന്നെ ഷാജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല മണം ഉണ്ടാവുമേ. അപ്പോൾ അത് ഇടുക. പിന്നെ ഗ്രാമ്പൂ, പിന്നെ അതുപോലെ നമ്മുടെ മറ്റേ മസാലകളൊക്കെ ഉണ്ടല്ലോ, ജാതിക്ക, ഏലക്ക, പട്ട, സംഭവങ്ങളൊക്കെ കൂടെ ഇടുക. പിന്നെ സവാള ഇട്ടിട്ട് നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ഒരുപാട് സവാള ഇടേണ്ട ആവശ്യമില്ല, കുറച്ചിട്ടാൽ മതി. പിന്നെ ക്യാരറ്റും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഒരുപാട് വേവിക്കാനൊന്നും നിൽക്കണ്ട, നമ്മൾ എന്തായാലും വെള്ളമൊഴിച്ച് വേവിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മാത്രം മതി.
അതിനുശേഷം പിന്നെ 1.5 കപ്പ് അരിക്ക് ഒരു 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് നാരങ്ങ നീരും അതുപോലെ പൈനാപ്പിളിൻ്റെ എസെൻസും കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ എസെൻസ് ഒഴിക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് നല്ലൊരു മണം കിട്ടും, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് നമ്മുടെ സാധാരണ വെള്ളത്തിൽ നിന്ന് ഒരു കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് നിൽക്കണം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അത് ഞാൻ ചുമ്മാ ഇട്ടതാണ്, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നപ്പോൾ അതും കൂടെ എന്തിനാ ഇനിയിപ്പം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. അത് ഇടേണ്ട ഒരു ആവശ്യമില്ല, ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ നമ്മൾ അരി കുതിർത്ത് വെച്ചത് വാർത്തെടുത്തത് ഇതിലോട്ട് ഇടുക. ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇനി തിളപ്പിക്കണം. ഇപ്പം നമ്മൾ വെള്ളമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ വെള്ളം മാറിയിട്ട് അരിയായിട്ട് വരണം. എന്ന് വെച്ചാൽ അരി നമ്മൾക്ക് മേളിൽ കാണുന്ന രീതിയിലാവുന്നത് വരെ നമ്മൾക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ ഇപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ മാറി അരിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇങ്ങനത്തെ പാത്രത്തിൽ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അടച്ച് വെക്കണേ. പിന്നെ നമ്മൾക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു കഷ്ണം ഞാൻ പട്ട ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ചിക്കൻ ഞാൻ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പം അതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, കുരുമുളക്, ഇത്രയൊക്കെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങനെ ചേർത്തിട്ടില്ല, നമ്മൾ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുകയാണല്ലോ, അതുകൊണ്ട്. അപ്പം ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്, അതിടുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് പെരുംജീരകം ഇടണം ഇതിൽ. ഇതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യുമ്പം ഇടുന്നത്. ഇനി ഇതിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡ് നല്ല രീതിയിൽ വേകണം. പകുതി വേവ് അങ്ങനെയൊന്നും ആക്കണ്ട, കാരണം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവിയാണ്. അപ്പം നല്ലോണം ഫ്രൈ ആക്കി, സാധാരണ നമ്മൾ വേവുന്നത് വരെയും എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മൾക്ക് ഇപ്പം ഉണ്ടാവുന്ന എണ്ണ ഉണ്ടല്ലോ, ഈ എണ്ണയിൽ തന്നെ നമ്മൾക്ക് ബാക്കി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് നമ്മൾക്ക് സവാള അരിഞ്ഞു വെച്ചത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലോണം വഴണ്ടതിന് ശേഷം നമ്മൾക്കിനി ഇതിലോട്ട് പൊടികൾ ചേർക്കണം. ഇതിപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട് സവാളയുടെ. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ഒരു 2 ടീസ്പൂണോളം ചേർക്കേണ്ടത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നമ്മൾക്ക് മല്ലിപ്പൊടി ചേർക്കണം, അതൊരു 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാല, കുരുമുളക്, ഇത്രയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ആ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തല്ലോ, അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ചിക്കന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം, നമ്മൾക്ക് ഗ്രേവിക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ഇട്ടാൽ മതി. എന്നുവെച്ചാൽ ആ ഒരു മസാലയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ്. നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് നമ്മളൊരു ഗ്രേവി ആക്കി എടുക്കണം. ഇതിനെ ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട, അപ്പോൾ ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടില്ല. ഇങ്ങനെ ഇച്ചിരി ഗ്യാപ്പിലാണ് ഒഴിക്കുന്നെങ്കിൽ ഒരു നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇനി ഗ്രേവിയിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ചേർത്ത് ഇനി മസാലയും ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിനി ഒരുപാട് നേരം വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ. അപ്പം ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിലൊന്ന് പിടിച്ച് വരാൻ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാൽ മതി, അത്രേ വേണ്ടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ നല്ല ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾക്ക് റൈസ് ആയോന്നും കൂടെ നോക്കാം.
അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഞാനൊരു 30 മിനിറ്റോളമാണ് ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, അതുപോലെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് റൈസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾക്കിനി എന്തായാലും ഇതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം ഉള്ളതും കൂടിയിട്ട് ഇതിലോട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം റൈസും റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾക്ക് കഴിക്കാനുള്ള ടൈമാണ്. അത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വറുത്തിട്ടുള്ള ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുമാണ്. അതുപോലെ നമ്മൾ ഈ നെയ്ച്ചോറ് പോലുള്ള സംഭവത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തൈരിൽ സവാളയും പച്ചമുളകും കൂടിയിട്ട് ഇട്ടതാണ്. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾക്ക് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസും അതുപോലെ ചിക്കൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.